സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 8ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠം പരീക്ഷയ്ക്ക് പഠിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങളെല്ലാം വിശദീകരിക്കുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ലിസാൻ്റെ വിഷയത്തിൽ ഇതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു വീഡിയോ കൂടെ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് അതും കൂടെ കാണാവുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാന വിഷയങ്ങൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് വിശദീകരിക്കാം. ഒന്നാമത്തത് അബ്വാബു സുലാസി മുജറദ്. സുലാസി മുജറദ് എത്ര ബാബുകളുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാം. ഹംസത്തുൻ 5 ബാബുകളുണ്ട്. ബാബാകുമ്പോൾ 2 ഉണ്ടാവും. മാലിയും പറയണം, മുലാരിയും പറയണം. അതിൽ ആദ്യത്തെ 3 ഒരു പണിയുമില്ല. ഫഅല യഫ് ഇലു, ഫഅല യഫ് അലു, ഫഅല യഫ് ഉലു 3 ബാക്കി 2 കൂടിയല്ലേ ഉള്ളൂ. എത്ര എളുപ്പമാണ്. രണ്ടാമത്തത് ഔസാനുല്ലി റുബാഇ മസീദ് ഫീഹി. റുബാഇ മസീദ് ഫീഹിക്ക് എത്ര വസനുകളുണ്ട്? ബാബ് വരുന്നത് വേറെ മോഡലാണ്. വസനാകുമ്പോൾ 1 ഉണ്ടാവുള്ളൂ. 3 വസനുകളേ ഉള്ളൂ റുബാഇ മസീദ് ഫീഹിക്ക്. ഇനി മൂന്നാമത്തത് നവാസിബുൽ ഫീലിൽ മുലാരി. മുലാരി ആയ ഫീലിനിക്ക് നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ എത്രയാണ്? അർബഅത്തുൻ 4 അൻ, ലൻ, കൈ, ഇദൻ. ഈ 4 അക്ഷരങ്ങളാണ് മുലാരി ആയ ഫീലിനിക്ക് നെസ്ബ് ചെയ്യാം. എപ്പോഴും മുലാരി ആയ ഫീലിനിക്ക് ലമ്മാണ് ഉണ്ടാവുക. എഫ് അലു എന്ന് കണ്ടില്ലേ? എഫ് അലു. അതുപോലെ തന്നെ യഹു റുജു കണ്ടില്ലേ? ലമ്മാണ് അവസാനത്തിലെല്ലാം വരും. എൽ റിബു എല്ലപ്പോഴും ലമ്മാണ് ഉണ്ടാവുക. എന്നാൽ ചില സമയത്ത് ഫതഹ് വരും. എല്ലപ്പോഴും ലമ്മാകുമ്പോൾ ഫതഹ് വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? കാരണമുണ്ട്. ഈ മുലാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ അൻ, ലൻ, കൈ, ഇദൻ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ പിന്നെ അവിടെ ലമ്മുണ്ടാവില്ല. പിന്നെ ഫതഹ് കൊണ്ട് വായിക്കണം. അപ്പം നേരത്തെ വായിച്ച എലിരിബു എന്നുള്ളത് അന്ന് വന്നാൽ ഐ എലിരിബ എന്ന് വായിക്കണം. അതാണ് മുലാരിയായ ഫീലിന് നെസ്ബ് എന്ന് പറയുന്നത്. നെസ്ബില്ലാതെ ഈ നെസ്ബിൻ്റെ അക്ഷരം കൊടുത്ത് നെസ്ബില്ലാതെ വായിക്കുന്നത് നമുക്ക് അറബി അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നെസ്ബിൻ്റെ അക്ഷരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ എലിരിബു എന്നുള്ളത് വായിക്കരുത്. എർജിയു എന്ന് വായിക്കരുത്. എർജി ആ എന്ന് തന്നെ വായിക്കണം. നാലാമത്തത് ഹുവൽ ഫീലുല്ലദി അഹ്റുഫുൽ അസ്ലിയത്തു സലാസത്തുൻ. അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ എപ്പോഴും 3 ആ ക്രിയയെക്കുറിച്ച് എന്താണ് പറയുക? അത് ഫീലു സുലാസി, സുലാസിയായ ഫീലാണ്. ഇനി ഹുവൽ ഫീലുല്ലദി അഹ്റുഫുൽ അസ്ലിയത്തു അർബഅത്തുൻ. മറ്റൊരു ഫീല് അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ 4 അങ്ങനെ വരുന്ന ഫീൽ എന്താണ് പറയുക? ഫീലു റുബായി എന്നാണ് പറയുക. ഇനി അൽ ഫീലുൽ മുലാരിയു. മുലാരിയായ ഫീല് യകൂനു മൻസൂബൻ. മുലാരിയായ ഫീലിന് നെസ്ബ് ഉണ്ടാകും. എപ്പോൾ? ഇദാ സബക്കഹു മുമ്പിൽ വന്നാൽ. ആര് മുമ്പിൽ വന്നാൽ? നാസിബുൻ. നാസിബ് മുമ്പിൽ വന്നാൽ, അതല്ലാതെ സദറുസ്താദല്ല. നാസിബ് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മുലാരിയായ ഫീലിന് പിന്നെ എഫ് അലു എന്ന് പറയാൻ പറ്റില്ല. എഫ് അല, എഫ് അല എന്ന് പറയണം. രണ്ടാമത്തത് മയ്യിസ്, വേർതിരിക്കാനാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 8ാം ക്ലാസ്സിൻ്റെ ലിസാനിൽ ഈ പരീക്ഷയ്ക്ക് പ്രധാനമായും നോട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സുലാസി മുജറദിൻ്റെ 5 ബാബുകൾ. അതുപോലെ തന്നെ സുലാസി മസീദ് ഫീഹിയിൽ വരുന്ന 9ഓളം വസനുകളുണ്ട്. ആ വസനുകൾ കാണാതെ പഠിക്കുക. അതുപോലെ തന്നെ റുബാഇ മുജറദിന് 1 വസന് വരുന്നുണ്ട്, അതും പഠിക്കുക. റുബാഇ മസീദ് ഫീഹിക്ക് 3 വസന് വരുന്നുണ്ട്, അതും പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ സുലാസി മുജറദിൻ്റെ ഫീലുകൾ ഏതൊക്കെയാണ് ഇതിൽ? സ്വദഖ, ഖറഅ. സുലാസി മുജറദ് എന്ന് പറയുമ്പോൾ 3 അക്ഷരം മാത്രമുള്ളതാണ്. സുലാസി മസീദ് ഫീഹി കല്ലമ, ഇഹ്റഞ്ചമ, ഇസ്തഹ്സന. ഇതിൽ അടിസ്ഥാന അക്ഷരങ്ങൾ 3 പക്ഷേ അടിസ്ഥാന അക്ഷരങ്ങൾക്ക് പുറമെ 1-2 അക്ഷരങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ കൂടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ കയ്യിൻ്റെ വിരൽ 5 അടിസ്ഥാന വിരലുകൾ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ കുഞ്ഞു വിരൽ 1-2 ഒക്കെ ഉള്ള. അതുപോലെ അടിസ്ഥാന അക്ഷരങ്ങൾ 3 തന്നെ 1-2 കൂടി വരുന്നതാണ് സുലാസി മസീദ് ഫീഹി. മസീദിൻ്റെ അർത്ഥം എന്താണ്? കൂടി വരുന്നതെന്ന്. അതിൽ കൂടി വന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥം തന്നെ മനസ്സിലാക്കിയാൽ വേഗം മനസ്സിലാവും. ഇനി റുബാഇ മുജറദ്, അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ 4 ഉണ്ട്. ആ 4 അടിസ്ഥാന അക്ഷരം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് 1 അക്ഷരം പോയാൽ അതിൻ്റെ അർത്ഥം കിട്ടൂല, അർത്ഥം മാറിപ്പോകും. അത് വസ്വസ ത്വംഅനയാണ് ഇതിൽ വരുന്നത്.
ഇനി റുബായി മസീദ് ഫീഹി, റുബായി അടിസ്ഥാന അക്ഷരം 4 ഉള്ളൂ, അതിനേക്കാളും 1-2 അക്ഷരം ചിലപ്പോൾ കൂടി വരും, അതാണ് റുബായി മസീദ് ഫിഹി. അത് തഖഹ് കറ എന്നുള്ളതാണ്, തഖഹ് കറ. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ നമ്മൾ വേർതിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തത് അൽ ഫീലു കിസ്മാനി മാഹുമ, ഫീല്, ലോകത്തുള്ള ഫീല് 2 ഐറ്റം ഉണ്ടാവും. ഏതൊക്കെയാണത്? 1 ഫീലു സുലാസി, 3 അടിസ്ഥാന അക്ഷരങ്ങളായിട്ട് വരുന്നത്. ഫീലു റുബായി 4 അടിസ്ഥാന അക്ഷരത്തിൻ്റെ മേലിൽ വരുന്ന, അങ്ങനെ 2 ഫീലു സുലാസി, ഫീലു റുബായി, ഈ 2 കിസ്മിലാണ് ക്രിയകൾ വരിക. രണ്ടാമത്തത് ഈ റുബായി മുജറദ് വസ്നുൻ വാഹിദുൻ, റുബായി മുജറദിന് ഒരു വസ്നുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഏതാണത്? ഫഅലല എന്നതാണ്. മൂന്നാമത്തത് നവാസിബുൽ ഫിഅലിൽ മുലാരി മാഹിയ, മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അൻ, ലൻ, കൈ, ഇദൻ. അപ്പോൾ അന്നിൻ്റെ അർത്ഥം എന്താണ്? അന്ന് എന്ന് പറഞ്ഞാൽ മടങ്ങാൻ എന്ന് പറയില്ലേ, അങ്ങാൻ എന്നുള്ള ഒരു ആശയം അവിടെ വരുന്നില്ലേ? മടങ്ങാൻ, കഴിക്കാൻ എന്ന ആ ആശയത്തിനാണ് അന്ന് ഉപയോഗിക്കുക. ലൻ എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ വരില്ല, അതിനാണ് ലന്ന്. കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി, ചോദിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി, ആ വേണ്ടിക്കാണ് കൈ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇതൻ എന്ന് പറഞ്ഞാൽ അന്നേരം, ഇതൻ എന്ന് പറഞ്ഞാൽ അന്നേരം, രാവിലെ അന്നേരമാണ് അപകടം, അന്നേരമാണ് ഉമ്മ വിളിക്കുന്നത്, അതിനാണ് ഇതൻ. ഇതിൻ്റെ അർത്ഥം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു ചെറിയ പേപ്പർ എടുത്ത് അത് എഴുതി വെച്ചോ, ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. കാരണം ഇതിൻ്റെ അർത്ഥം കൃത്യമായി അറിഞ്ഞാലേ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കാൻ കഴിയൂ. ഇതിനെ ഉൾപ്പെടുത്തിയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ചോദ്യം വരും എന്ന കാര്യം ഉറപ്പാണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. നുക്കമ്മിലുൽ ജുംലത്ത ബിമാ ഫിൽ ഖൗസൈനി, താഴെയുള്ള 4 ജുംലകളെ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്ത് ഫിൽ ചെയ്യാനാണ്. ഒന്നാമത്തത് ഡാഷ് അല്ലാഹു അൽ ഖുർആന, അൻസൽ അല്ലാഹു അൽ ഖുർആന, അല്ലാഹു ഖുർആനിനെ ഇറക്കി. ഇനി അടുത്തത് യനാമൽ കൽബു ലൈലൻ, നായ രാത്രിയിൽ ഉറങ്ങില്ല. എന്തുകൊണ്ടാണ് അവിടെ യനാമ എന്ന് പറഞ്ഞത്? അതിൻ്റെ മുമ്പിൽ ഇല്ല എന്ന അർത്ഥത്തിനുള്ള മുലാരിയായ ഫീൽ നെസ്ബ് ചെയ്യുന്ന ലെന്ന് അതിൻ്റെ മുമ്പിൽ കടന്നുകൂടിയിട്ടുണ്ട്. ലൻ യനാമ, ഉസ്താദ് കണ്ടില്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ. ലൻ യനാമൽ കൽബു ലൈലൻ. ഇനി ലൻ യക്ദിബ എന്ന് പറയുന്നത് എന്താണ്? അതും ഇതേ കാരണം തന്നെയാണ്. ലൻ യക്ദിബ പറയില്ല, അൽ മുഅ്മിനു, മുഅ്മിന് കളവ് പറയില്ല. ഇനി ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അർജിഅ മടങ്ങാൻ, കണ്ടില്ലേ മടങ്ങാൻ, ഇലൽ ബൈത്ത് വീട്ടിലേക്ക് മടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ യോജിച്ചത് തിരഞ്ഞെടുക്കാൻ കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ അറിയണം. നാലാമത്തത് നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. അതിൽ ഹെഡിങ് വായിക്കാം. മാലിയുണ്ട്, കഴിഞ്ഞുപോയ കാലം, ഭൂതകാലം. അൽ മുലാരി വരാനിരിക്കുന്ന കാലം അല്ലെങ്കിൽ വർത്തമാനകാലം. ഇനി അൽ മസ്ദറു, മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്രിയ സംഭവിക്കൽ എന്നുള്ളതാണ് മസ്ദറിൽ ഉണ്ടാവുക. മസ്ദറാണ് ലോകത്ത് ആദ്യം ഉണ്ടാവുക. ഫീൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മസ്ദർ ഉണ്ടാവും. കാരണം ഇപ്പോൾ അടിച്ചു എന്നുള്ളത് കഴിഞ്ഞു പോയത്, അടിക്കും, അടിച്ചുകൊണ്ടിരിക്കുന്നു, വരാനിരിക്കുന്നത് മുലാരിയാണ്. അതിന് മുമ്പ് അടി എന്നുള്ളൊരു സംഭവം ഉണ്ടാവണ്ടേ? അതാണ് അടിക്കൽ എന്നുള്ള ഒരു സംഭവം ആദ്യം ഉണ്ടാവണം. അതാണ് മസ്ദറിൽ വരുന്നത്. അപ്പോൾ അടിച്ചു എന്നുള്ളതിനും അടിക്കും എന്നുള്ളതിനു മുമ്പ് അടിക്കൽ എന്നുള്ളൊരു സംഭവം ഉണ്ടാവണം. അതാണ് മസ്ദറിൽ വരുന്നത്. മസ്ദർ എന്തിനാണ്? മസ്ദർ വേണം, കാരണം മസ്ദറിൽ നിന്നാണ് ഈ 2 സാധനവും പൊട്ടിപ്പുറപ്പെട്ടത്. ഏത്? മാലിയും മുലാരിയും പൊട്ടിപ്പുറപ്പെട്ടത് ഏതിൽ നിന്നാണ്? മസ്ദറിൽ നിന്നാണ്. അതുകൊണ്ട് മസ്ദർ വേണ്ടേ? വേണം. അപ്പോൾ അഫല യുഫിലു ഇഫ്ആൽ എന്നാണ് അതിൻ്റെ മസ്ദർ. കല്ലമ യുകല്ലിമു തക്ലീം, ഇസ്തഖ്ബല യസ്തഖ്ബിലു ഇസ്തഖ്ബല യസ്തഫ്ഇലു ഇസ്തിഫ്ആൽ. അപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് അവിടെ. തഫഇലല യതഫഇലു തഫഅലുല്. സമിയ യസ്മഉ സംഅ്, കേൾവി, കേൾക്കൽ എന്നുള്ള സംഭവം ആദ്യം ഉണ്ടാവണം. ഖലക പടച്ചു, യഖ്ലുഖു പടക്കും, ഖൽക്ക് പടക്കൽ എന്നുള്ള സംഭവം. ഇനി അടുത്തത് സർവ്വസാധാരണയായി ചോദിക്കുന്നതാണ്. ഏതാണെന്ന് നമുക്ക് ചോദിക്കാമെന്നറിയില്ല. അതുകൊണ്ട് പാഠഭാഗമൊക്കെ നല്ലോണം അർത്ഥം വെച്ച് വായിക്കുന്നത് വളരെ ഗുണം ചെയ്യും.
ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, കള്ള് സർവ്വ തിന്മകളുടെയും മാതാവാണ്. 2 ശരിബത്ത് തിഫ്ലു അൽ ലബന, കുട്ടി പാല് കുടിച്ചു. ഇനി അടുത്തത് ഉക്തുബിൽ മാനലി സലാസ്, 3 അർത്ഥം എഴുതാനാണ്. അൽ ആസാരു താരീഖിയ, ചരിത്ര സ്മാരകങ്ങളെന്നും ചരിത്ര ശേഷിപ്പുകളെന്നൊക്കെ പറയാം. ഖന്തക്ക് കിടങ്ങാണ്, മക്കസ താമസിച്ചു, ഓറ് ഗുഹ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർ അത് കാണുക. 4 പാഠങ്ങളാണ് ലിസാനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കുറഞ്ഞ പാഠങ്ങളേ ഉള്ളൂ. ഇതിൽ അത്ര വലിയ ടഫുള്ള വിഷയങ്ങളൊന്നുമില്ല. മറ്റു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ പാഠത്തിൽ വന്ന വിഷയങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് വേണം. ലൈക്ക് അടിക്കാൻ മറന്നവർ അടിക്കുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുക. അള്ളാഹു എല്ലാവർക്കും പരീക്ഷ എളുപ്പമാക്കി തരട്ടെ. മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.